ഇവിടെ വേറെ ഗോവിന്ദൻ മാഷ മോന്റെയും നമ്പർ പരിശോധിച്ചാൽ ഇതിന്റെ വലിയ തെളിവുകൾ കിട്ടും. ശ്യാമളേച്ചി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ പരിശോധിച്ചാൽ അതിനേക്കാണ്. ഇവിടെ ദിവ്യ വെറും ഒരു ഡെമ്മി മാത്രം കണ്ടതാ ഞാൻ പറഞ്ഞത് സംഭവം. അപ്പൊ ഗോവിന്റെ മുന്നിൽ നിന്ന് ഗുണ്ടകൾ കൊണ്ടുവന്ന് കണ്ടു നമ്മള്. അതെ അതെ അതെ. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ ADM നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ട ദൈവത്തിന്റെ ആൾരൂപമായ, ഒരുപക്ഷെ ഒരു നിമിത്തമായൊക്കെ തന്നെ നോക്കിക്കാണുന്ന ഒരു സ്ത്രീ, അന്ന് അവർ തുറന്നു പറഞ്ഞ ചില വെളിപ്പെടുത്തൽ, അന്ന് ഞങ്ങളെ ഉൾപ്പെടെ ഞെട്ടിച്ച ചില പ്രസ്താവനകൾ അവർ നടത്തുമ്പോൾ അതൊരുപക്ഷെ ഈ കേസിൽ വലിയ വഴിത്തിരിവായി മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നിരുന്നാൽ പോലും ആ അജ്ഞാത യുവതി അവരാരെന്നുള്ളത് നിലവിൽ വെളിപ്പെടുത്തുകയാണ്. ധൈര്യസമേതം എൻ്റെ പേര് വീണാമണി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. മറുഭാഗത്ത് അവരെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ എന്തോ പുലമ്പുന്നു എന്ന രീതിയിലൊക്കെ തന്നെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭൂരിപക്ഷം ആളുകളും അവരുടെ വാക്ക് വിശ്വസിച്ച് അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യമേ തന്നെ കുറ്റവാളികളെ പിടികൂടാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യവും നിലവിൽ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവരാരെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അവരെന്ത് ചെയ്യുന്നു, അവരാരായിരുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ അതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരണം ഇതിനോടൊപ്പം തന്നെ ലഭിക്കുകയാണ്. അവർ ഒരു ചില്ലറക്കാരി അല്ല എന്നുള്ളത് മാത്രമാണ് ആ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. നീതിമാന്റെ മരണമെന്ന് പറയുന്നത് ഉറക്കം പോലെയാണ്. യാതൊരു വേദനയുമില്ലാതെ ക്ഷീണിച്ച ഒരു മനുഷ്യൻ ഗാഠനിദ്രയിൽ മുഴുകുന്നത് പോലെ. പക്ഷേ ഇവിടെ നവീൻ ബാബുവിന് സംഭവിച്ചത് അങ്ങനെയല്ല. നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊടും ക്രൂരതയിലൂടെ അദ്ദേഹത്തിന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും അധികം ശരിയെന്ന് വിശ്വസിക്കുന്നു. ആത്മഹത്യ ചെയ്താൽ പോലും അദ്ദേഹത്തെ അതിലേക്ക് നയിച്ച കാരണങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബമടക്കം അത് ആത്മഹത്യയായി തന്നെ വിശ്വസിക്കുന്നത്. ഈ ഘട്ടത്തിൽ അതിനുവേണ്ടി പോരാടാൻ കുടുംബത്തോടൊപ്പം മുൻനിരയിൽ നിന്ന കുടുംബം ഒരുപക്ഷെ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ അത് തിരിച്ചറിഞ്ഞതും ചില കാര്യങ്ങൾ നേരിട്ട് കണ്ടതുമായിട്ടുള്ള മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച് ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന്, ലക്ഷ്യമെന്തെന്ന് ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടിയ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു കണ്ണൂർ ഇരിക്കൂർ സ്വദേശിയായ PM വീണാമണി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 7 വർഷത്തിന് മുൻപ് പുറത്തിറങ്ങിയ ഒരു ആഴ്ചപ്പതിപ്പിലാണ് ഇവരെക്കുറിച്ചുള്ള വിശദമായ ഒരു വിവരണം ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലൂടെ കണ്ടെടുക്കാനായി കഴിഞ്ഞത്, മനസ്സിലാക്കാനായി, വായിച്ചറിയാനായി സാധിച്ചത്. ആ കുറിപ്പ് കൂടി കൃത്യമായി തന്നെ ഇതോടൊപ്പം വായിച്ചു പോരുകയാണ്. സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിൽ തന്നെയാണ്, ഒരു ചാരിറ്റി പ്രവർത്തക എന്ന രീതിയിൽ തന്നെയാണ് നാം ഇതിനോടകം തന്നെ വീണാമണിയെ മനസ്സിലാക്കിയത്. പക്ഷേ ഒരു പരിസ്ഥിതി സംരക്ഷക, സാമൂഹ്യ പ്രവർത്തക, ആക്ടിവിസ്റ്റ് എന്ന രീതിയിലൊക്കെ തന്നെ പല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. കർഷകനായിരുന്ന ചെറുവത്ത് കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും കമലാക്ഷി അമ്മയുടെയും 9 മക്കളിലെ 7ാമത്തെ കുട്ടിയായി തന്നെയാണ് വീണാമണി ജനിച്ചു വീണത്. അന്നു മുതൽ തന്നെ കൃഷിയോടും സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള പ്രതിജ്ഞാബദ്ധത തന്നെയാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. വീട്ടിൽ ഒട്ടനവധി കൃഷിയും മറ്റ് കന്നുകാലികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ പരിപാലിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു. പരിസ്ഥിതിയോടും കൃഷിയോടുമൊക്കെ തന്നെ ആഭിമുഖ്യം പുലർത്തിയ വീണാമണി വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അഗ്രികൾച്ചർ പഠനം പൂർത്തീകരിച്ച് അഗ്രികൾച്ചർ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് വിവാഹമുണ്ടായി, കുട്ടികളുണ്ടായി. പിന്നീടുണ്ടായ ഒരു ആത്മപരിശോധനയിൽ കൃഷി ഓഫീസറുടെ ജോലി തൻ്റെ കർത്തവ്യത്തിന് പൂർണ്ണമായും ലംഘനമായി നിൽക്കുന്നു. തൻ്റെ പ്രവർത്തന പരിധി, കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് വിപുലീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ജോലി രാജിവെച്ച് മുഴുവൻ സമയ പരിസ്ഥിതി പ്രവർത്തകയായി, സംരക്ഷകയായി, സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അതിന് വലിയ വില തന്നെയാണ് നൽകേണ്ടി വന്നിട്ടുള്ളത്. കുടുംബത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടെങ്കിൽ പോലും ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും അവരുടെ ജീവന് പോലും ഭീഷണിയായി പല ഭീഷണി കോളുകളും എത്തുന്നു എന്നാണ് അവർ ഞങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും അന്നവർ ഉന്നയിച്ചിരുന്നു. പല സംഭവങ്ങളും ഇതിനു മുൻപ് സമാനമായി നടന്നിട്ടിരിക്കുന്ന പല വിഷയങ്ങളും അവർ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ഒക്കെ തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. അതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ആദിവാസി മേഖലകളായിട്ടുള്ള ചടിച്ചിക്കുണ്ടം, പരിക്കളം, ആര്യങ്കോട്, മാങ്കുഴി തുടങ്ങിയ മേഖലയിലൊക്കെ മദ്യവിമുക്തമാക്കാനുള്ള വലിയൊരു പോരാട്ടമായിരുന്നു തുടക്കത്തിൽ അവർ നേതൃത്വം വഹിച്ചത്. അതോടെയാണ് വീണാമണിയുടെ പേര് ഏറ്റവും അധികം സമൂഹമധ്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എങ്ങനെയാണ് കോളനികളിൽ പോയി മദ്യം ഉണ്ടാക്കുന്നതെന്നും എവിടെയാണ് പോലീസുകാർ കാണാത്ത തരത്തിൽ അവരത് ഒളിപ്പിച്ചു വയ്ക്കുന്നതെന്നും അവർ വളരെ ഭദ്രമായി അന്വേഷിച്ച് മനസ്സിലാക്കി.
ഒരടുപ്പിന് താഴെ കുഴി കുഴിച്ച് വലിയ വീപ്പകളിൽ മദ്യം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പതിവ് അവർ കണ്ടെത്തിയിരുന്നു. പോലീസ് റെയ്ഡിന് വന്നാൽ പോലും കണ്ടെത്താത്തത് വീണാമണി കണ്ടെത്തി. അങ്ങനെ ഒരു വിഭാഗം ആളുകളെ വ്യാജമദ്യം ഉണ്ടാക്കുന്നതിൽ നിന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള പ്രചോദനം അവർ നൽകി, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഷയോടുകൂടി. ജീവിതത്തിൽ ഇന്നും ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കിയ പല സംഭവങ്ങളുണ്ടെങ്കിലും വീണാമണി ഇന്നും ഓർത്തു പറയുന്ന വിഷയം അതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉന്നമനത്തിനായി പലതരം നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു. അതായത് ഓരോ തരം പച്ചക്കറികൾക്കും യോജിക്കുന്ന ജൈവവളമുണ്ടാക്കി വീണാമണി വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. മാലിന്യത്തിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിക്കാനുള്ള വീണാമണിയുടെ കണ്ടുപിടുത്തം കണ്ണൂർ ജില്ലയിൽ അന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, പിന്നീട് എറണാകുളം ജില്ലാ കളക്ടറായി ചാർജ് എടുത്തപ്പോൾ മരട് വൈറ്റില ഭാഗത്തെ മാലിന്യം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സമയത്ത് അത് വളമാക്കി മാറ്റാനുള്ള പ്രൊജക്ട് പോലും രാജമാണിക്യം ഏൽപ്പിച്ചത് വീണാമണിയായിരുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർത്തു പറയുകയാണ്. പിന്നീട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ വൈറ്റിലയിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങളെ വളമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. മരട് മാർക്കറ്റ് പരിസരത്തുള്ള മാലിന്യം ഇപ്പോഴും വളമാക്കി മാറ്റുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു കരം തന്നെയാണ് വീണാമണി എന്ന് പറയുന്നത്. തൻ്റെ പ്രവർത്തന മേഖല കണ്ണൂരിൽ മാത്രമല്ല എറണാകുളത്തും അതുപോലെ പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു തുടക്കമായിരുന്നു ആ പ്രവർത്തനം. പൊതുപ്രവർത്തനത്തിനിടയിൽ പലർക്കും നീതിക്ക് വേണ്ടി വീണാമണി പൊരുതിയിരുന്നു. പലതവണയായി പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അനുഭവം തന്നെയാണ് അവസാനം ഒരു നിയമവിദ്യാർത്ഥിനിയാക്കി മാറ്റിയത്. എറണാകുളത്തെ 3 വർഷത്തെ താമസത്തിനിടയിലാണ് LLB ബിരുദം വീണാമണി നേടിയെടുത്തത്. ശേഷം വീണാമണി തന്നെ പറയുന്നുണ്ട്, പരിസ്ഥിതി പ്രവർത്തനവും മറ്റുമായി ജില്ലകളിലാകെ പോകുമ്പോൾ, പല മേഖലയിലും പോകുമ്പോൾ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയെക്കുറിച്ചുണ്ടാകുന്ന പരിഹാസം, കൊല്ലും കൊലയും ഒക്കെയുള്ള നാടല്ലേ എന്നുള്ള നിരന്തര പരിഹാസം അവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവത്തിലേക്ക് കൂടി അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ രംഗത്തേക്ക് വരണമെന്ന ഒരു ആവശ്യം കൂടി തന്നെയാണ് വീണാമണി നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ ഉയർത്തിയിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിയാൻ കാരണമായതും ഇത്തരത്തിലുള്ള പല ആളുകളുടെയും ചോദ്യം തന്നെയാണ്, പല പ്രവർത്തനങ്ങളും തന്നെയാണെന്നും വീണാമണി നേരത്തെ തന്നെ കുറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 7 വർഷത്തിന് മുൻപ് വീണാമണിയുടെ സ്വന്തം വീട്ടിലും അതുപോലെ എറണാകുളത്തെ ഓഫീസിലും മറ്റുമായി ഏകദേശം 100-നടുത്ത ആളുകൾ, നിരാലംബരായ, ആരോരുമില്ലാത്ത, പ്രായമായ മക്കളും മറ്റും ഉപേക്ഷിച്ചു പോയവരൊക്കെ തന്നെ താമസിക്കുന്നതായുള്ള വിവരം ലഭിച്ചിരുന്നു. ചിക്കൻ ബോക്സ് വന്ന ഒരു അമ്മയെ സ്വന്തം മക്കൾ റോഡിൽ ഉപേക്ഷിച്ച വിവരം പോലും കണ്ണൂരിലെ പരിചയക്കാർ വീണാമണിയെ വിളിച്ചറിയിച്ചു. വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനവുമായി എത്തി. എറണാകുളത്ത് നിന്നും ആദ്യം കിട്ടിയ ട്രെയിനിൽ കണ്ണൂരിലെത്തിയ വീണാമണി അമ്മയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ കൊടുത്ത് മക്കളുടെ പേരിൽ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുപ്പിക്കുകയും ചെയ്തു. ഇതിനേറെ പറയും, നമ്മുടെ അഭിമുഖത്തിൽ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സൂചന വീണാമണി നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു തുടക്കം. പിന്നീട് പ്രായമായവരുടെ, അമ്മമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും പോരാടുകയാണ്. സ്വന്തം വീടിനോട് ചേർന്നുള്ള 50 സെന്റ് സ്ഥലത്ത് ഒരു വൃദ്ധസദനം പണിഞ്ഞ് അവിടെ നിരവധി ആളുകളെ താമസിപ്പിക്കാനുള്ള വലിയൊരു പദ്ധതിയുമായി തന്നെയാണ് ഇടക്കാലത്ത് വീണാമണി മുന്നിട്ടിറങ്ങിയത്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നും ഏകദേശം 15 സെന്റോളം സ്ഥലമാണ് നിർധനരായ 3 കുടുംബങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20-ലധികം NGOകളിലും ചുമതലകൾ വഹിക്കുന്നുവെന്ന് വീണാമണി തന്നെ നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളെ മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലും സജീവമാകാൻ വീണാമണിക്ക് ഒരു മടിയുമില്ല, ഭയവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ഭീഷണിയും ഇവിടെ വിലപ്പോകില്ല എന്ന് ഈ അവസരത്തിലും നമ്മോട് തന്നെ എടുത്തു പറയുകയാണ്. ഒന്നിനെയും ഭയക്കുന്നില്ല, പക്ഷേ ഇതിൽ നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും പോരാടുമെന്നും വീണാമണി എടുത്തു പറയുന്നുണ്ട്. ഏകദേശം 22 വർഷത്തിലധികമായി പരിസ്ഥിതിക്കായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലും പോരാട്ടം നടത്തുന്നു. പരിസ്ഥിതി പ്രവർത്തകയ്ക്കുള്ള അവാർഡ്, പരിസ്ഥിതി ഉച്ചകോടി അവാർഡ്, ബാലകോൺഗ്രസ് മികച്ച കോർഡിനേറ്റർക്കുള്ള അവാർഡ് തുടങ്ങി ഏകദേശം 25-ലധികം പുരസ്കാരങ്ങൾ വീണാമണിയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. 2008-ൽ ഡൽഹിയിൽ നടന്ന പരിസ്ഥിതി ഉച്ചകോടിയിലടക്കം മികച്ച പ്രബന്ധം അവതരിപ്പിച്ചതിന് പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിന്റെ കയ്യിൽ നിന്നാണ് വീണാമണി എന്ന പുരസ്കാരം ഏറ്റുവാങ്ങിയത് പോലും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, കൊന്ന് കെട്ടിത്തൂക്കിയതാണ്, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം ശക്തമായി വാദിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിലായി തന്നെ വീണാമണി പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇൻക്വസ്റ്റിലായിരുന്നാലും പോസ്റ്റ്മോർട്ടത്തിലായിരുന്നാലും അതിൻ്റെ ചിത്രങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ പോലീസിൻ്റെ പക്കൽ തെളിവായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതടക്കം പരിശോധിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള മർദ്ദനങ്ങളോ അതുപോലെ ഏതെങ്കിലും മുറിപ്പാടുകളോ ഉണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ഒരു അവസരം കൂടി ഉണ്ടാകണമെന്നും അക്കാര്യം കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരണമെന്നും ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും തന്നെയാണ് ഈ അവസാന നിമിഷവും വീണാമണി ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.